അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട അഖ്ലാഖിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മൾ ധാരാളം പേപ്പറുകൾ വിട്ടിട്ടുണ്ട്. അത് കിട്ടാത്തവർ താഴെ കമൻറ്റ് ചെയ്യുക, അവിടെ പിൻ ചെയ്ത് വെക്കുക. അതുപോലെ ഓരോ വിഷയത്തിൽ നിന്നും ചാപ്റ്ററിൽ നിന്നും നമ്മൾ ക്വിസ് തയ്യാറാക്കിയിട്ടുണ്ട്. വളരെയധികം ഉപകരിക്കുന്ന കുട്ടികൾക്ക് ഉപകരിക്കുന്ന ക്വിസാണ്. അത് ലഭിക്കാത്തവരും താഴെ കമൻറ്റ് ചെയ്യുക. ഞാനവിടെ താഴത്ത് കമൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, അതും ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതുക. ഇവിടെ കൊടുത്തിട്ടുള്ള വാക്കുകൾ, ഇവിടെ ദാത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, സിഫാത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, അഫ്ആൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം എഴുതിയാൽ മാത്രം മതിയാകും. ഒന്ന് ദാത്ത്, സത്ത. രണ്ട് സിഫാത്ത്, വിശേഷണങ്ങൾ കേട്ടോ. മൂന്നാമത്തേത് അഫ്ആൽ, പ്രവർത്തനങ്ങൾ. ഇനി ഇതുപോലെ വേറെ കുറേ വരാൻ സാധ്യതകളുണ്ട്. രണ്ടാമത്തെ പാഠത്തിൽ ഇബാദത്ത്, ആരാധന, അവിടെ ബ്രാക്കറ്റിൽ തന്നെ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ തൗഹീദ്, ഏകദൈവ വിശ്വാസം. അതുപോലെ ഷിർക്ക്, ബഹുദൈവ വിശ്വാസം. ഇതും കൂടെ പഠിക്കട്ടോ. ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കുക. ഇവിടെ നമുക്കൊരു ദുആ കാണാം. മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ്, കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരിക എന്ന്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ദുആ ആണ്. അത് ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരും കേട്ടോ. അതിൻ്റെ അർത്ഥവും ചോദിക്കും, അർത്ഥവും പഠിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഡാഷ് അല്ലാഹുമ്മ ഷഫിഉഹു ഫിയ്യ. ഇനി പൂരിപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മതി യാ മുഹമ്മദു ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദിഹി ഫതഖളിയ ലി അല്ലാഹുമ്മ ഷഫിഉഹു ഫിയ്യ. ഇതാണ് ആ പ്രാർത്ഥന. ഇനി അടുത്ത പ്രവർത്തനം ശരി മാർക്ക് ചെയ്യുക. ഒന്നാമത്തത് മുഅ്ജിസത്ത്. മുഅ്ജിസത്തിന് ശരിയായി തോന്നുന്നത് ടിക്ക് ചെയ്യുക. ആദ്യത്തെ 3 കോളത്തിലുള്ളതാണ് മുഅ്ജിസത്തിൻ്റെ ഓപ്ഷൻ കേട്ടോ. മാജിക്കിൻ്റെ അറബി നാമമാണ് മുഅ്ജിസത്ത്. അല്ല, തെറ്റാണ്. 2, അള്ളാഹു അംബിയ മുർസലുകൾക്ക് നൽകിയ അത്ഭുത ശക്തിയാണോ? അതെ, ശരിയാണ്. മൂന്നാമത്തത് മാന്ത്രികരുടെ മാന്ത്രിക ശക്തി. അത് തെറ്റാണ്. നടുത്തതാണ് ശരി. ഇനി 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിൽപ്പെട്ടത്. ഇതിൽ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1, സൂര്യനെ പിളർത്തിയത്. 2, കൈവിരലുകളുടെ ഇടയിലൂടെ ജലം പ്രവഹിച്ചത്. 3, മൃഗങ്ങൾ സംസാരിച്ചത്. നബി തങ്ങളുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് കൈവിരലിലൂടെ ജലം പ്രവഹിച്ചത്. നടുത്തതാണ് ശരി. 3, പ്രവാചകരുടെ മുഅ്ജിസത്ത്. അതിന് യോജിച്ച് ടിക്ക് ചെയ്യുക. മരണാനന്തരം നിലനിൽക്കില്ല. ശരിയായത് മരണാനന്തരം നിലനിൽക്കും. ഇനി അടുത്ത പ്രവർത്തനം സാരം എഴുതുക. 1, മൻ ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി. ഇതിൻ്റെ അർത്ഥം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി. ഇതിൻ്റെ അർത്ഥം ഒന്നാമത്തെ പാഠത്തിൻ്റെ ലാസ്റ്റ് ഉണ്ടാകും. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. യോജിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് കൊടുക്കുക. 1, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് യോജിച്ച ഏതാണ്? മരിച്ചവരെ ജീവിപ്പിക്കലാണോ, ഇസ്രാ മിഅ്റാജ് ആണോ, തീക്കുണ്ടാരം? അതാണ് തീക്കുണ്ടാരം. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒന്നും സംഭവിച്ചിട്ടില്ല.
തീ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കരിക്കുക പോലും ചെയ്തില്ല. 2 മൂസാ നബി അലൈഹി ഇസ്ലാം. ഏതാണ്? വടി സർപ്പം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചിലപ്പോൾ പ്രവാചകന്മാരുടെ പേര് എന്നിട്ട് മുഅ്ജിസത്ത് ഏതാനും തരും കേട്ടോ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് വടി സർപ്പം. അതായത് ഒരു വടിയുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ, അത് താഴെ ഇട്ടാൽ പാമ്പാകും, അത് എടുത്തു കഴിഞ്ഞാലോ ആയത്തെ പോലെ വടിയാവുകയും ചെയ്യും. 3-ാമത്തെ പ്രവാചകൻ ഈസാ നബി അലൈഹി ഇസ്ലാം. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്താണ് മരിച്ചവരെ ജീവിപ്പിക്കൽ എന്നുള്ളത്. മരിച്ച ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ് ഈസാ നബി അലൈഹി ഇസ്ലാമിനുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത് ചോദിച്ചാൽ അത് എഴുതിയാൽ മതി. 4 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി നമ്മുടെ നബിയുടെ മുഅ്ജിസത്ത് ഏതാണ്? ഇസ്രാ മിഅ്റാജ്. അത് നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. ഇനി അടുത്തത് വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ എന്നുള്ളത് എന്താണ്? സൂറത്ത് യാസീനിലെ ആയത്താണ്. അപ്പോൾ സൂറത്ത് യാസീൻ എന്ന് എഴുതി കൊടുക്കാം. 6 ഫഇൻ കുന്തി തജിരി. അതിന് ചോദിച്ചത് മിൻ ഖിബലികി ഫലാ തജിരി. അത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നൈൽ നദിക്ക് അയച്ച കത്തിലെ വാചകമാണ്. ഇനി ഉത്തരം എഴുതാം. മാജിക്കും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അതിൻ്റെ ഉത്തരം പാഠഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്. 3-ാമത്തെ പാഠം അൽ മുഅ്ജിസത്തു എന്നുള്ള പാഠത്തിൽ 2-ാമത്തെ പാരഗ്രാഫ്. മാജിക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ മുഅ്ജിസത്ത് അംബിയാ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത വ്യത്യാസം എന്താ വെച്ചാൽ ഇത് എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, അംബിയാ മുർസലുകൾ ആരാകുന്നു? ഉത്തരം അത് 3-ാമത്തെ പാഠത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വരി, അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയാ മുർസലുകൾ. ഇനി അടുത്ത ചോദ്യം, തൗഹീദ് എന്നാൽ എന്ത്? പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ് തൗഹീദ്, ഇബാദത്ത്, അതുപോലെ ഷിർക്ക്, ഇതൊക്കെ ചോദിക്കും. 3 ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. തൗഹീദ് എന്നാൽ അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ഇബാദത്ത് എന്നാൽ എന്ത്? ഇബാദത്ത് എന്നാൽ അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അടുത്ത ചോദ്യം, കറാമത്ത് എന്നാൽ എന്ത്? ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ആരാകുന്നു ഔലിയാക്കൾ? ഔലിയാക്കൾ ആരാകുന്നു? ഉത്തരം അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ചോദ്യോത്തരങ്ങളൊക്കെ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.